ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിപ്പം ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അച്ചാർ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്നറിയാമോ? മാങ്ങ അല്ല, നമുക്ക് ഇവിടെ കിട്ടിയ നമ്മുടെ ഗ്രീൻ ആപ്പിളാണ്. ഗ്രീൻ ആപ്പിൾ, നല്ല ഫ്രഷ് ആപ്പിളാണ്. നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ്, ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് വെച്ച് നമ്മളിന്ന് അച്ചാറിടുവാണ്. നമുക്ക് നാട്ടിൽ നമ്മൾ മാങ്ങ അച്ചാറിടുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ പച്ച ആപ്പിള് ഇട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിലെ പച്ചമാങ്ങ ഉപയോഗിച്ച് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഈ പച്ച ആപ്പിള് നമുക്ക് അരിഞ്ഞ് അച്ചാറിട്ടാൽ ആ ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഞാനത് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. നമ്മൾ മാങ്ങ എന്നേ പറയുള്ളൂ കണ്ടാൽ, അതുപോലെ ആണ് ഇത് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റും അതുപോലെയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ. നമുക്കതിന് വേണ്ട വിഭവം എന്ന് പറഞ്ഞാൽ മുളക് പൊടി, അതുപോലെ തന്നെ ഉലുവ ഇത്ര വേണം കേട്ടോ, കുറച്ചെടുത്താൽ മതി. കരിയാപ്പില, അതുപോലെ തന്നെ കായപ്പൊടി, LG കായപ്പൊടി നമ്മൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അച്ചാർ പൊടി നമ്മൾ ചേർക്കാറുണ്ട്. അപ്പം അതെല്ലാം ചേർത്ത് നമുക്ക് നല്ലൊരു ആപ്പിൾ അച്ചാർ, ഗ്രീൻ ആപ്പിൾ, അതായത് പച്ച ആപ്പിൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയ വെച്ച് നമ്മൾ ഇന്ന് അച്ചാറിടുവാണ്. അതാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഞാൻ തിരിച്ചു വരാം. കമ്പാക്ക്. അപ്പം നമ്മുടെ ആപ്പിൾ കട്ടിങ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. നമ്മളത് കെയർഫുള്ളി കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ആപ്പിള് അരിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിനി ചെയ്യേണ്ടത് ശകലം ഉപ്പും മുളക് പൊടി, അതുപോലെ തന്നെ ഹിമാലയൻ പിങ്ക് സാൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി. അതും കൂടെ തിരുമ്മി നമുക്കൊരു ഏകദേശം 1 മണിക്കൂറോളം വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ നടത്താവുന്നതാണ്. ഓക്കെ, നമുക്ക് പാക്ക്. അപ്പോൾ നമുക്ക് മുളക് പൊടി ഞാൻ ഏകദേശം ഒരു 1 കിലോയോളമാണ് നമുക്ക് നമ്മുടെ ഗ്രീൻ ആപ്പിൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 4 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ കായപ്പൊടി നമുക്കൊരു അത്യാവശ്യം തൂളി കൊടുക്കാവുന്നതാണ്. കായം പൊടിയാണ് കേട്ടോ നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എല്ലാം കൂടെ തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളെ പിടിച്ചു കൊടുക്കും. അതുപോലെ ഹിമാലയൻ സാൾട്ട് നമ്മൾ ഒരു 2 സ്പൂണാണ് ഞാൻ കൈക്കങ്ങ് ഇടുന്നുള്ളൂ. 2 സ്പൂണ് മതിയാവും. മറ്റെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ സമയം ഒരല്പം കരിയാപ്പിളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ കരിയാപ്പിള ചെറുതായിട്ടൊന്ന് മുറിച്ചായിരുന്നു. നല്ല വലിയ കരിയാപ്പിള നമുക്കിവിടെ കിട്ടുന്നത്. നല്ല സ്മെല്ലുണ്ട്. നമ്മുടെ നാടൻ കരിയാപ്പിള സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുറിച്ചിടുവാണ്, അതിൻ്റെ ഫ്ലേവർ ഇതിൻ്റെ അകത്തേക്ക് കഴിക്കോളും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പും മുളക് പൊടിയെല്ലാം നന്നായിട്ട് പിടിക്കട്ടെ. നന്നായിട്ട് ഇളക്കി നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ കഞ്ഞി കുടിക്കാൻ 2 സ്പൂൺ അച്ചാർ മതി. 1 പ്ലേറ്റ് കഞ്ഞി കുടിക്കാൻ. നമ്മുടെ നാട്ടിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അരിഞ്ഞ് ഇടുന്ന മാങ്ങയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഇവിടെ പച്ച ആപ്പിളും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ച് നോക്കാവുന്നതാണ് ഉണ്ടാക്കി കേട്ടോ. നമുക്ക് ഇവിടെ ഗ്രീൻ ആപ്പിൾ കിട്ടും. ഇത് നമ്മളിവിടുന്ന് പറിച്ചതാണ്. നിങ്ങൾക്ക് ഇവിടെ ഷോപ്പിൽ കിട്ടും ഗ്രീൻ ആപ്പിൾ മേടിക്കണമെങ്കിൽ. അതുപോലെ പച്ചമാങ്ങായും കിട്ടും കേട്ടോ. കിട്ടിയിരുന്നല്ല, പക്ഷേ രണ്ടും ഉണ്ടാക്കുന്നത് സെയിം ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഗുണം കൂടുതലുണ്ട്. ആപ്പിളാണ്.
ആപ്പിളിൻ്റെ ഗുണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം അതൊരു 1 മണിക്കൂർ നേരം ഇരിക്കട്ടെ, അത് നമുക്ക് കുക്ക് ചെയ്യാം. മിനിറ്റോളമായ വീഡിയോ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പച്ചയാപ്പിള് നമ്മൾ കടുക് പൊട്ടിച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. നമ്മൾ അരിഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ശകലം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, കടുകിൻ്റെ കൂടെ അല്പം ഉലുവ ചേർത്തു, അതുപോലെ തന്നെ കരിയാപ്പില, അങ്ങനെ എല്ലാം ഇട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. ജസ്റ്റ് ചൂടായാൽ മതി, റെഡിയാകും. അതിന് നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കുപ്പി വെക്കാവുന്നതാണ്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പച്ച ആപ്പിള് അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, നല്ല കണ്ടാൽ തന്നെ നല്ല ഒരു ലുക്കുണ്ട്. നമ്മുടെ മാങ്ങ അച്ചാർ പോലെ തന്നെ, മാങ്ങ അരിഞ്ഞ് നമ്മൾ ഇട്ടേക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ പച്ച ആപ്പിൾ നമ്മൾ ഇവിടെ ഓസ്ട്രേലിയയിൽ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തണുത്ത ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഒരു ചില്ലുകുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഭരണിയിലേക്കോ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എടുത്ത് നല്ലെണ്ണ തുണി അതിൻ്റെ മുകളിലിട്ട് വെക്കുകയാണെങ്കിൽ പൂപ്പലൊന്നും പിടിക്കാതെ ഒരു 4-5 മാസത്തോളം, 4-5 മാസം അല്ലാതെ കൂടുതലിരുന്നോളും. ശരിക്കും അടച്ചു വെക്കുക, ഈച്ച അങ്ങനെ ഒന്നും പിടിക്കാതെ ഇരിക്കുക ചെയ്യുവാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് അതിരുന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.